കണിമഞ്ഞൾ വിരിഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂക്കളുടെ സുഗന്ധവും പുലർക്കാലത്തെ പക്ഷികളുടെ സംഗീതവും ഓട്ടുരുളിയിൽ നിറഞ്ഞു കവിഞ്ഞ ഐശ്വര്യവുമായി വീണ്ടും ഒരു വിഷുക്കാലം വന്നെത്തിയിരിക്കുകയാണ്. മലയാളിക്ക് വിഷു എന്നത് വെറുമൊരു ആഘോഷമല്ല, അതൊരു പ്രതീക്ഷയാണ്, ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞ കാലത്തെ കഷ്ടതകളെ കത്തിയെരിയുന്ന വിഷുപ്പടക്കങ്ങൾക്കൊപ്പം ഉപേക്ഷിക്കാനും വരാനിരിക്കുന്ന സമൃദ്ധിയെ വിഷുക്കൈനീട്ടമായി നെഞ്ചോട് ചേർക്കാനുമുള്ള ഒരു പുണ്യനിമിഷം. ചിങ്ങക്കൂറിൽപ്പെട്ട ശുക്രനധിപനായ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 വിഷു സംക്രമം അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നക്ഷത്രമണ്ഡലത്തിലെ സുന്ദരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പൂരം നക്ഷത്രം ആത്മവിശ്വാസത്തിന്റെയും കലയുടെയും ആഡംബരത്തിന്റെയും പ്രതീകമാണ്. സിംഹത്തിന്റെ കരുത്തും ശുക്രന്റെ സൗന്ദര്യവും ഒത്തുചേരുന്ന പൂരം നക്ഷത്രക്കാർക്ക് 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള കാലയളവ് ജീവിതത്തിന്റെ ഗതി മാറ്റുന്ന ചില നിർണായക വഴിത്തിരിവുകൾ സമ്മാനിക്കാനിരിക്കുകയാണ്. നമ്മുടെ പൂർവികർ പറയും പോലെ വിഷുക്കണി നന്നായാൽ വർഷം മുഴുവൻ നന്നായി. എന്നാൽ ഈ കണിക്കൊപ്പം നമ്മുടെ കർമ്മബലങ്ങളും ഗ്രഹഗതികളും കൂടി ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. 2026 മേടപ്പുലരിയിൽ പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പ്രകൃതി കരുതി വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? സാമ്പത്തികമായ ഉയർച്ചയാണോ അതോ കരുതലോടെയുള്ള നീക്കങ്ങളാണോ ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്? സ്നേഹനിധികളായ പൂരം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ ഈ വിഷുക്കാലം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും? നിങ്ങളുടെ കരിയറിലെ സ്വപ്നങ്ങൾ പൂവണിയാൻ ഈ വർഷം അനുയോജ്യമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ തേടുകയാണ് ഈ സമഗ്രമായ വിഷുബലത്തിലൂടെ. ചിങ്ങം രാശിയുടെ ആധിപത്യമുള്ളതിനാൽ തന്നെ പരാജയപ്പെട്ടാൽ ഇഷ്ടപ്പെടാത്തവരും നേതൃത്വ ഗുണമുള്ളവരുമാണ് നിങ്ങൾ. എങ്കിലും കാലം എപ്പോഴും ഒരേപോലെയല്ല സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ അത് ശാന്തമായ പുഴ പോലെ ഒഴുകും, മറ്റു ചിലപ്പോൾ അത് വെല്ലുവിളികളുടെ കടലായി മാറും. 2026 പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ പുറത്തെടുക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോഴെങ്കിലും വിനയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷുക്കാലം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വിവേകപൂർണമായ വിട്ടുവീഴ്ചകൾ കൂടിയാണ്. ഈ പ്രവചനം വെറും ഒരു ജ്യോതിഷ വിശകലനമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വർഷത്തെ നിങ്ങളുടെ ജീവിതയാത്രയ്ക്കുള്ള ഒരു വഴികാട്ടിയാണ്. സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, ആരോഗ്യം, ആത്മീയത എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സ്പന്ദനത്തെയും സ്പർശിച്ചുകൊണ്ട് ഈ വിഷുപ്പുലരിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൈനീട്ടമായി ഈ ബലപ്രവചനത്തെ കാണാം. നക്ഷത്രങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങളുടേതാണ്. എന്നാൽ ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന വിജയങ്ങൾ അവിസ്മരണീയമായിരിക്കും. ആഡംബരങ്ങളോടുള്ള നിങ്ങളുടെ പ്രിയവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ വലിയ മനസ്സും ഈ വർഷം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓർക്കുക, കണി കാണുന്ന കണ്ണുകളിലല്ല, കണി ഒരുക്കുന്ന മനസ്സിലാണ് ഐശ്വര്യം വസിക്കുന്നത്. ആ ശുഭപ്രതീക്ഷയോടെ 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള പൂരം നക്ഷത്രക്കാരുടെ സമഗ്രമായ ജീവിത ബലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും തിരിച്ചടികളെ അതിജീവിക്കാനും ഈ വിശകലനം നിങ്ങൾക്ക് കരുത്തേകുമെന്ന് തീർച്ച. 2026 വിഷുബലം അനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ പൂരം നക്ഷത്രക്കാർക്ക് മിശ്രിത ബലമാണ് കാണുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ തേടിയെത്താം. വീട് പണി, വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു ശുഭകാര്യത്തിനായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവാക്കുന്നതിൽ പൂരം നക്ഷത്രക്കാർക്ക് പ്രത്യേക താല്പര്യമുള്ളവരാണ്. എന്നാൽ ഈ വർഷം അത്തരം അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഉള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഈ വർഷം അത്ര അനുകൂലമല്ല. ദീർഘകാല നിക്ഷേപങ്ങൾ ഗുണകരമാകും. എന്നാൽ മറ്റൊരാളുടെ വാക്കുകേട്ട് ചിട്ടിയിലോ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലോ പണം നിക്ഷേപിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. പഴയ കടങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ പുതിയ കടങ്ങൾ എടുക്കുന്നത് ഈ വർഷം ഒഴിവാക്കുന്നതാണ് ഉചിതം. ആരെങ്കിലും ജാമ്യം നിൽക്കാൻ ആവശ്യപ്പെട്ടാൽ സ്നേഹപൂർവ്വം നിരസിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് നല്ലത്. ഒന്നിലധികം വഴികളിലൂടെ വരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കല, എഴുത്ത്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് അധിക വരുമാനം ലഭിക്കാം. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും വർഷാവസാനത്തോടെ നിങ്ങൾക്ക് അർഹമായ അംഗീകാരങ്ങൾ നേടിത്തരും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ടെങ്കിലും അതല്പം വൈകാൻ ഇടയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് പറ്റിയ സമയമല്ല. നിലവിലുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് സുരക്ഷിതം. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുതാര്യമായ ഇടപാടുകൾ വഴി ഇത് പരിഹരിക്കാം. പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിഷു കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം ആരംഭിക്കുന്നതാണ് നല്ലത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായ ചില അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ വിസ സംബന്ധമായ കാര്യങ്ങളിൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഓഫറുകൾ ലഭിക്കും.
എന്നാൽ പുതിയ സ്ഥലത്തെ സാഹചര്യം പഴയതിനേക്കാൾ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാമെന്ന് ഓർക്കുക. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ പൂരം നക്ഷത്രക്കാർ ഈ വർഷം കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പങ്കാളിയുമായി നിസ്സാര കാര്യങ്ങൾക്ക് തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഈഗോ ദാമ്പത്യത്തിൽ നിഴൽ വീഴ്ത്താതെ നോക്കണം. പരസ്പര വിശ്വാസവും തുറന്ന സംസാരവുമാണ് ഈ വർഷം നിങ്ങളുടെ ആയുധം. ദൂരയാത്രകൾ ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. അവരുടെ കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകും. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് സ്വത്ത് സംബന്ധമായ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും സ്വഭാവ രൂപീകരണത്തിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവാകണം. അവരുടെ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകും. വിവാഹപ്രായമെത്തിയ മക്കളുള്ളവർക്ക് ഈ വർഷം വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. ബന്ധുക്കളുമായുള്ള ബന്ധത്തിൽ ചെറിയ ഉലച്ചിലുകൾ സംഭവിക്കാം. സ്വത്ത് തർക്കങ്ങളോ പഴയ കാര്യങ്ങളെ ചൊല്ലിയുള്ള കലഹങ്ങളോ ഉണ്ടായേക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൂരം നക്ഷത്രക്കാർ ഈ വർഷം ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം. കണ്ണിനും നട്ടെല്ലിനും ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. അമിതമായ ചിന്തകളും ജോലിഭാരവും കാരണം ഉറക്കക്കുറവോ മാനസിക സമ്മർദ്ദമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. പൂരം നക്ഷത്രക്കാർക്ക് ആത്മീയമായി വളരാൻ സാധിക്കുന്ന ഒരു വർഷമാണിത്. ലൗകിക സുഖത്തേക്കാൾ ആന്തരിക സമാധാനത്തിനും നിങ്ങൾ ഈ വർഷം മുൻഗണന നൽകുക. മുടങ്ങിപ്പോയ വഴിപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. തീർത്ഥയാത്രകൾക്ക് അവസരമുണ്ടാകും. കുലദൈവ പ്രാർത്ഥനയും കുടുംബക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ പങ്കെടുക്കുന്നതും നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കും. അനാഥാലയങ്ങൾക്കോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കോ സഹായം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പുതിയ എന്തെങ്കിലും പഠിക്കാനുള്ള ആഗ്രഹം ഉദിക്കും. അത് ആത്മീയ ഗ്രന്ഥങ്ങളാകാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും വിദ്യയാകാം. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടും. പഠനത്തിൽ ഇടയ്ക്കിടെ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കണം. ചിട്ടയായ പഠനക്രമം പാലിച്ചാൽ മികച്ച വിജയം കൈവരിക്കാം. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ലഭിക്കാൻ അല്പം പ്രയത്നിക്കേണ്ടി വരും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി അവസരങ്ങൾ തെളിയും. പഠനത്തോടൊപ്പം കലാരംഗത്തും കായിക രംഗത്തും ശോഭിക്കാൻ സാധിക്കും. മത്സരങ്ങളിൽ പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ വേണം. അമിത വേഗത ഒഴിവാക്കുക. രാത്രികാല യാത്രകൾ കുറയ്ക്കുന്നത് നല്ലതാണ്. നിയമപരമായ കാര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർക്ക് അനുകൂലമായ വിധിയുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പുതിയ കേസുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ അറിയാതെ തന്നെ ചിലർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കുക. മേടം മുതൽ ഇടവം വരെ പുതിയ പദ്ധതികൾ തുടങ്ങാൻ ആലോചിക്കും. സാമ്പത്തികമായി ചില ലാഭങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാം. മിഥുനം മുതൽ കർക്കടകം വരെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. യാത്രകൾ ചെയ്യേണ്ടി വരും. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചിങ്ങം മുതൽ കന്നി വരെയുള്ള കാലഘട്ടം ആത്മവിശ്വാസം വർദ്ധിക്കും. ജോലിയിൽ പ്രശംസ ലഭിക്കും. മുടങ്ങിപ്പോയ പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. തുലാം മുതൽ വൃശ്ചികം വരെയുള്ള കാലഘട്ടം വീട് മാറുകയോ വീട് പുതുക്കി പണിയുകയോ ചെയ്തേക്കാം. സഹോദരങ്ങളുമായി സഹകരണം വർദ്ധിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. ധനു മുതൽ മകരം വരെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. കുംഭം മുതൽ മീനം വരെ വർഷാവസാനമായതിനാൽ കണക്കുകൾ തീർക്കാനുള്ള തിരക്കിലായിരിക്കും. പുതിയ വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കും. ചില വലിയ തീരുമാനങ്ങൾ ഈ സമയത്ത് എടുക്കേണ്ടി വരും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര, കൂവളമാല സമർപ്പണം എന്നിവ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മിക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയോ ലളിതാ സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുന്നത് സാമ്പത്തിക ഐശ്വര്യത്തിന് നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയോ വെളുത്ത വസ്ത്രം ദാനം ചെയ്യുകയോ ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഓം നമഃശിവായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. 2026 വിഷുവർഷം പൂരം നക്ഷത്രക്കാർക്ക് നൽകുന്ന പ്രധാന സന്ദേശം ക്ഷമയും വിവേകവുമാണ്. എല്ലാ കാര്യങ്ങളിലും തിടുക്കം കാണിക്കാതെ ആലോചിച്ച് തീരുമാനമെടുക്കുക. നിങ്ങളുടെ നൈസർഗികമായ കഴിവും കഠിനാധ്വാനവും കൈവിടാതെ പ്രാർത്ഥനയോടെ മുന്നോട്ടു പോയാൽ ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. വെല്ലുവിളികളെ പടിവാതിലായി കണ്ടതിലൂടെ വിജയത്തിലേക്ക് നടന്നു കയറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ശുഭകരമായ ഒരു വിഷുവർഷം നേരുന്നു.